ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി. മലയാള സിനിമയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്ന ഒരു വലിയ മനുഷ്യൻ. ഒരു കൊല്ലത്തിൽ 10 സിനിമ വരെ കഥ, തിരക്കഥ, സംഭാഷണം ചെയ്തിരുന്ന ഒരു വലിയ കലാപ്രതിഭ. ഒരു വർഷം 10 സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കഴിവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ മറ്റേ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ അസുഖം ബാധിച്ചതിന് ശേഷമുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നമുക്കതൊന്ന് കാണാം. ഇൻ്റർവ്യൂ എങ്ങനെയുള്ളത് കാണാം. ഇത് 86 അല്ലേ? കാരണം ആ വർഷം ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കഥ എഴുതിയിട്ടുള്ളത്. ആ വർഷം എനിക്ക് വന്നു. ആ വർഷം 86 ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു, ഒരു കഥ വരുന്നു, ഉണക്കഥ, ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്മനസ്സുള്ള സമാധാനം, ടി പി കലഗോപാലൻ. ഒറ്റ വർഷം 1 2 3 4 5 6 7 9 പടം, 10 പടം. എല്ലാം സ്ക്രിപ്റ്റും ഉണ്ടല്ലോ ഇല്ലേ? 86 10 പടം എഴുതിയിട്ടുണ്ട്. ഒരു മാസം ഒരെണ്ണം വെച്ച് 10 മാസം 12 മാസം. അപ്പൊ ഇത് ഇറങ്ങുക എഴുതുക അങ്ങനെയായിരുന്നു. മലയാള സിനിമയുടെ എഴുത്തച്ഛൻ, അങ്ങനെ തന്നെ പറഞ്ഞാലും അതിലൊരു കുഴപ്പമില്ല. കാരണം തിരക്കഥ എഴുതുന്നതിൽ മലയാള സിനിമയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ ചേട്ടൻ. ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കൊമേഡിയൻ. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു മനുഷ്യൻ. ഒരു തിരക്കഥ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കേസല്ല. അതും വളരെ നന്നായിട്ട് എഴുതുക, ആ തിരക്കഥ എഴുതിയ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താല്ലേ, വല്ലാത്തൊരു തീരാനഷ്ടമായി നമുക്ക് ശ്രീനിവാസൻ ചേട്ടൻ്റെ മരണം. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് അത് മാറി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾക്ക് ജന്മം നൽകിയ മനുഷ്യൻ തിരിച്ചു വരണം എന്ന് ഒരുപാട് ഞാനടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ ചേട്ടൻ. അദ്ദേഹം തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒപ്പം പകരം വെക്കാനൊരു താരമില്ല. ആ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ അഭിനയമായാലും അല്ലെങ്കിൽ മറ്റേ കഥ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഇടപാട്. മലയാള സിനിമ ലോകത്ത് ഇന്ന് അദ്ദേഹത്തെ പോലെ കഴിവും അഭിനയത്തിൻ്റെ ഈ കോമഡി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളായാലും തിരക്കഥയായാലും അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരു നടനില്ല എന്നത് വളരെ സത്യം തന്നെയാണ്. അദ്ദേഹത്തിന് നഷ്ടം വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. മലയാള സിനിമയുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകളാണ് ആര്? നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയും. ഈ മമ്മൂക്കാനോടും ലാലേട്ടനോടും ഈ ശ്രീനിവാസന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടാപ്പോട ബന്ധം. അതായത് എന്തും പറയാം ശ്രീനിവാസൻ ചേട്ടൻക്ക്, മമ്മൂക്കാനോടും പറയാം, ലാലേട്ടനോടും പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അതുപോലത്തെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കാനോടായാലും ലാലേട്ടനോടായാലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. കാരണം അവർ എടാപ്പോട ബന്ധം, ഈ പറഞ്ഞ പോലെ പൊട്ടാകുട്ട ബന്ധം എന്നൊക്കെ പറഞ്ഞ പോലെ എടാപ്പോട ബന്ധമാണത്. അപ്പോൾ ആരുടെ മുന്നിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിലായാലും അല്ലെങ്കിൽ വേറെ ഏതൊരു രീതിയിലായാലും ട്രോളാനും തമാശ പറയാനും അല്ലെങ്കിൽ കോമഡി പറയാനും ഒക്കെ ശ്രീനിവാസൻ ചേട്ടൻക്ക് അവരുടെ മുന്നിൽ അവരെ കളിയാക്കാനടക്കം ധൈര്യമുണ്ട്. അല്ലെങ്കിൽ
അത് അവരിഷ്ടപ്പെടും. ശ്രീനിവാസൻ ചേട്ടൻ അവരെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ തമാശ പറയുമ്പോൾ അതൊക്കെ അവർ ആസ്വദിച്ചിരുന്നു. അവർക്കത് അതിൽ സന്തോഷം ഉണ്ടായിരുന്നു. അവരെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അത്രയും പവറുള്ള അല്ലെങ്കിൽ അത്രയും അടുത്ത സൗഹൃദമുള്ള മമ്മൂക്കാനോടും ലാലേട്ടനോടും ഉള്ള ഒരു സൗഹൃദമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ ചേട്ടൻ. ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓവറായിട്ടുള്ള ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കുറച്ച് ഒരു ഇങ്ങനെ ശ്രീനിവാസൻ ചേട്ടൻ്റെ അത്ര ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. പക്ഷെ ശ്രീനിവാസൻ ചേട്ടനക്ക് എന്താണ്, നടൻ ശ്രീനിവാസന് മമ്മൂക്കാനോടായാലും ലാലേട്ടനോടായാലും എന്ത് തുറന്നു പറയാം. ഏത് രൂപത്തിലും ഏത് രൂപത്തിലും എന്ന് പറഞ്ഞാൽ ഈ തമാശ രൂപത്തില, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രൂപത്തില, അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടാ, ഏത് രൂപത്തിലും അവരോട് പറയാം. ഇന്റർവ്യൂവിലും പറയും, ഒരു തമാശ രൂപത്തിൽ. അപ്പോൾ അത്രയും വലിയൊരു മഹാനടനെ, അത്രയും വലിയ കലാപ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വല്ലാത്ത തീരാ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാ ദുഃഖം തന്നെ. പകരം വെക്കാനില്ലാത്ത ഒരു കലാകാരൻ ശ്രീനിവാസൻ ചേട്ടൻ. തിരക്കഥ, അതേപോലെ മലയാളത്തിന്റെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മഹത് പ്രതിഭ. ഒരുപാട് സിനിമകൾ അഭിനയിച്ചത് അഭിനയിച്ച കാര്യം പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും അത് ജീവനോടെ മലയാളികളുടെ മനസ്സിൽ നിലനിന്ന് പോവാണ്. അത് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കഴിവ്. രണ്ടാമത്തെ തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഏതൊക്കെ മേഖലയുണ്ടോ സിനിമ രൂപത്തിൽ അതിലൊക്കെ അദ്ദേഹം കൈകുത്തി വളർന്നു, അല്ലെങ്കിൽ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ വ്യക്തി നഷ്ടപ്പെട്ടു പോയി. വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം. അദ്ദേഹം മരണപ്പെട്ടു പോയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.